ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു തണുത്ത പ്രഭാതത്തിലോട്ട് വീണ്ടും കൊണ്ടുപോകുന്നു. രാത്രിയിലൊക്കെ മഴ നിൽക്കുന്നുണ്ട്. രാവിലെ ആകുമ്പം മഞ്ഞും തണുപ്പും മഴയുടെ ഈർപ്പും എല്ലാം കൊണ്ട് നിന്നിട്ട് ഒരു തരം നനഞ്ഞ ഒരു കാലാവസ്ഥ പോലെയാണ്. നല്ല രീതിയിലുള്ള ചുമയാണിപ്പം നിറഞ്ഞു നിൽക്കുന്നത്. ചുമയെപ്പറ്റി എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. നല്ല ചുമ എന്ന് മാത്രമേ ചുറ്റും കേൾക്കാനുള്ളൂ. എനിക്കും അതുപോലെ തന്നെ നല്ല ചുമയൊക്കെയാണ്. ഒച്ചയൊക്കെ നല്ല രീതിയിൽ അടഞ്ഞിരിപ്പുണ്ട്. അല്ല, പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാം കൈതച്ചക്ക അത്യാവശ്യം മൂത്ത് നിൽപ്പുണ്ടോയെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. വെറുതെ എന്തിനാണ് എലിക്ക് കൊടുക്കുന്നത്? കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ഇവിടെ നിന്ന് താഴോട്ട് എത്തി നോക്കിയാൽ അറിയാം, നമുക്കൊന്ന് കാണാമ്പോൾ അറിയാൻ പറ്റും മൂത്ത് നിൽപ്പുണ്ടോയെന്ന്. എനിക്ക് താഴോട്ട് അങ്ങ് ഇറങ്ങി ചെന്നാൽ മതിയല്ലോ. പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇത് കണ്ടോ, ഇത് ഓറഞ്ച് നാരങ്ങയെന്ന് പറയും. ഓറഞ്ചാണ്, പക്ഷെ നാരങ്ങയുടെ വലിപ്പമേ ഉള്ളൂ. അത്ര മധുരമൊന്നുമില്ല, എന്നാലും ജ്യൂസ് അടിച്ചു കുടിക്കാൻ നല്ലതാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ഉണ്ട്. മധുരത്തിന് വേണ്ടി ഇച്ചിരി കൂടെ വേണമെങ്കിൽ പഞ്ചസാര ഇടണം. നമുക്ക് വിഷമില്ലാത്ത ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. പിന്നെ ഒരു നെല്ലിയും കൂടെ ഉണ്ട്. നമുക്ക് ഒരൊറ്റ പ്രാവശ്യം ഒരേ ഒരു നെല്ലിക്ക മാത്രമേ ഇതിൽ കായ്ച്ചിട്ടുള്ളൂ. അതിനുശേഷം നെല്ലി മരം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കായ്ക്കുന്നുണ്ട് പ്രതീക്ഷ. അതവിടെ അങ്ങനെ നിർത്തിയിരിക്കുക. നെല്ലിമരവും അതിൻ്റെ ഇടയ്ക്കൂടെ ഓറഞ്ച് നാരങ്ങ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് രാവിലെ. കിളികളുടെ ഒച്ചയും എല്ലാം കൂടെ ആയിട്ട്. കുരുമുളകയിലെ പുതിയ വള്ളികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരി എന്ന് പറയും. നിറയെ തിരി മുകളിലോട്ടൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. തിരിയിലാണ് പിന്നെ കുരുമുളക് ഉണ്ടാകുന്നത്. കാര്യമായിട്ട് അങ്ങനെ ഇപ്രാവശ്യം ഇല്ല കേട്ടോ. കുരുമുളക് മുകളിലോട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ളതേ ഉള്ളൂ. നമ്മൾ കയറി പറിക്കാനാകൊണ്ട് മെനക്കെടത്തില്ല. ഇത്രയും മുകളിലോട്ട് റിസ്ക് എടുത്ത് കയറി പറിക്കാൻ മാത്രമില്ല. കണ്ടാൽ അറിയാം, അവിടെ ഇവിടെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഉള്ളൂ. കണ്ടോ, വെളിയിലോട്ട് നോക്കിയത് മഞ്ഞാണോ എന്ന് ചോദിച്ചാൽ മഞ്ഞല്ല, പക്ഷേ നനവ് അങ്ങനെ ഈർപ്പം തട്ടി നിൽക്കുന്നത്. പിന്നെ നിറയെ കായ്ച്ചു കിടന്ന നമ്മുടെ ഒരു കപ്പളം പെട്ടെന്നങ്ങ് വീണു. നിറയെ കായ്ച്ചിരിക്കുമായിരുന്നു. നിറയെ ഇലിമ്പിക്കയൊക്കെ കായ്ച്ച് നിൽക്കുന്ന പോലെ കപ്പളങ്ങ നിറയെ കായ്ച്ച് നിൽക്കുമായിരുന്നു. അത് ഇതൊക്കെ നിലം പതിച്ചിട്ടുണ്ട്. എന്നാലെല്ലാം കൂടെ എടുത്തു വെക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഇത്രയും കപ്പളങ്ങയൊന്നും നമ്മളാരും കഴിക്കത്തില്ല. ചില സ്ഥലത്ത് ഇതിന് ഓമയ്ക്കാന്നും പപ്പരയ്ക്കാന്നും ഒക്കെയല്ലേ പറയുന്നത്. നമ്മുടെ ഇവിടെ കപ്പളങ്ങ എന്നാണ് പറയുന്നത്. കൂടെ നിന്ന് പഴുക്കുവാണെങ്കിൽ പഴുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി കിളികളോ എണ്ണാനോ ഒക്കെ വേണേൽ കൊണ്ടുപോയിക്കോട്ടെ. അല്ലാതെ നമുക്കിതെല്ലാം കൂടെ വീടിനകത്തോട്ട് കൊണ്ടുവച്ചിട്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. കുറച്ച് ഇങ്ങ് വരെ ചെടിയുടെ ചുവട്ടി വരെ വന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, ദൈവമേ, ഓരോ സ്ഥലത്ത് ആൾക്കാർ കപ്പളമൊക്കെ വില കൊടുത്ത് വാങ്ങുന്നവരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അഹങ്കാരം കാണിക്കുക. നമുക്ക് ആവശ്യത്തിനുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ പെറുക്കി അകത്ത് കൊണ്ടുവച്ചിട്ട് പിന്നെ ചീച്ച് കളയേണ്ട കാര്യമില്ല. കിളികളൊക്കെ വന്ന് കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ. ഇതൊക്കെയാലും മൂത്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് അവിടെ കിടന്ന് പഴുക്കുവാണെങ്കിൽ കിളികൾക്കും ആഹാരവും. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ടാറ്റാ, ബൈ ബൈ.